വെൽക്കം ടു ടോസ് അക്കാഡമി. ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഹിസ്റ്ററി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസുകളാണ്. നമ്മളിവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടന്നു പോകാം. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ദ മുഗൾ ഹിസ്റ്റോറിയൻ ഹൂ ക്രിട്ടിസൈസ്ഡ് അക്ബർ റിലീജിയസ് പോളിസി ആൻഡ് റോട്ട് മുണ്ടക്കബുൽ തവാരിക്. ദ മുഗൾ ഹിസ്റ്റോറിയൻ ആയിരുന്ന ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് മുഗൾ ഹിസ്റ്റോറിയൻ ആയിരുന്നു അക്ബറിന്റെ റിലീജിയസ് പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് മുണ്ടക്കബുൽ തവാരിക് എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്? ഓൺസ് അഗെയിൻ, ദ മുഗൾ ഹിസ്റ്റോറിയൻ who criticized Akbar religious policy and wrote the Mundakabul Tawarik. The option A, Abul Fasl. Option B, Abdul Hamid Lahori. Option C, Nizamuddin Ahmad. Option D, Baduni. So, ഇവിടത്തെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ഒന്ന് കടന്നു പോകാം. അപ്പൊ മുണ്ടക്കബുൽ തവാരിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഈ മുണ്ടക്കബുൽ തവാരിക്കിലൂടെ അദ്ദേഹം എന്താണ് ചെയ്തത്? അക്ബറിന്റെ റിലീജിയസ് പോളിസികളെ വളരെ നിശിതമായിട്ട് വെഹിമെന്റലി ഹി ക്രിട്ടിസൈസ്ഡ് ദ അക്ബർ റിലീജിയസ് പോളിസി. അപ്പൊ അക്ബർ കൊണ്ടുവന്ന ദിൻ ഇലാഹി, അക്ബറിന്റെ റിലീജിയസ് പോളിസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ദിൻ ഇലാഹി എന്നുള്ളതായിരുന്നു. ഈ ദിൻ ഇലാഹി എന്ന അക്ബറിന്റെ റിലീജിയസ് പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ച ഗ്രന്ഥത്തിന്റെ പേരായിരുന്നു മുണ്ടക്കബുൽ തവാരിക്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ. അപ്പോ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബദൂനി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ മറ്റു ചില ഓപ്ഷൻസുകൾ കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, മുണ്ടക്കബുൽ തവാരിക് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആരായിരുന്നു? ബദൂനി ആയിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മുല്ല അബ്ദുൽ ഖാദർ ബദൂനി എന്നുള്ളതായിരുന്നു. മുല്ല അബ്ദുൽ ഖാദർ ബദൂനി was a devout of Muslim scholar and court historian during the emperor of Akbar region. അതായത് അക്ബറിന്റെ കൊട്ടാരത്തിലെ വളരെ പ്രശസ്തനായ ഒരു മുസ്ലിം സ്കോളറും ഡിവോട്ടിയും ഒക്കെ ആയിരുന്നു ആരെന്നറിയപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ബദൂനി. Well, he worked at the court. He secretly wrote the book മുന്തക്കബുൽ തവാരിക്. അദ്ദേഹം അക്ബറിന്റെ കോർട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടി ആയിരുന്നു. ഡിവോട്ടഡ് ആയിട്ടുള്ള മുസ്ലിം സ്കോളറും കോർട്ട് ഹിസ്റ്റോറിയനും ഒക്കെ ആയിരുന്നു ബദൂനി. പക്ഷെ അദ്ദേഹം അക്ബറിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അക്ബർ പോലും അറിയാതെ വളരെ രഹസ്യമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരായിരുന്നു മുന്തക്കബുൽ തവാരിക്. ഇൻ ദിസ് ബുക്ക് ഹി ഫേമസ് ഫോർ ഹിസ് ഓപ്പൺ ക്രിറ്റിസിസം ഓഫ് അക്ബർ ലിബറൽ റിലീജിയസ് പോളിസീസ് സച്ച് ആസ് ദ ദിൻ ഇലാഹി. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം വളരെ എന്താ പറയുന്നത്, വെഹിമെന്റലി അദ്ദേഹം അക്ബറിന്റെ റിലീജിയസ് പോളിസികൾ, മതപരമായിട്ടുള്ള പോളിസീസുകൾ, ലിബറൽ ആയിട്ടുള്ള റിലീജിയസ് പോളിസീസുകളെ വളരെ വെഹിമെന്റലി ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ മുന്തക്കബുൽ തവാരിക്കിലൂടെ എഴുതുകയുണ്ടായിട്ടുണ്ട്. ബിക്കോസ് അദ്ദേഹത്തിന് നമുക്കറിയാം അക്ബറിന്റെ റിലീജിയസ് പോളിസി എന്തായിരുന്നു? ദിൻ ഇലാഹി എന്നറിയപ്പെടുന്ന അക്ബർ കൊണ്ടുവന്ന ഈ ഒരു മതത്തെ വളരെ നിശിതമായിട്ട് കൊണ്ട് തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം രചിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള സ്കോളറും ഒരു പണ്ഡിതനുമായിരുന്നു ആരെന്നറിയപ്പെടുന്നത് ബദൂനി. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകത്തിന്റെ പേരാണ് മുണ്ടക്കബുൽ തവാരിക്. സോ അപ്പൊ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ക്ലിയർ ആണല്ലോ? കൂടാതെ മറ്റു ചില ഓപ്ഷൻസിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. മറ്റൊരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ വന്നിട്ട് അബുൽ ഫസൽ ആണ്. അബുൽ ഫസലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അബുൽ ഫസൽ ആരായിരുന്നു? ഹി റോട്ട് ദ അക്ബർനാമ. അക്ബറിന്റെ കൊട്ടാരത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അബുൽ ഫസൽ. ഹി റോട്ട് ദ അക്ബർനാമ വിച്ച് ഹി പ്രൈസസ് ദ ജസ്റ്റിഫൈസ് ദ അക്ബർ റൂൾ. ഈ അബുൽ ഫസൽ തന്റെ അക്ബർനാമ എന്ന ഗ്രന്ഥത്തിലൂടെ അക്ബറിന്റെ ഭരണത്തെ പ്രശംസിക്കുകയും ന്യായീകരിക്കുകയും ഒക്കെ ചെയ്ത് അക്ബറിന് വളരെ വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രകാരനായിരുന്നു, ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു അബുൽ ഫസൽ. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കിന്റെ പേരെന്താണ്? അക്ബർനാമ. ഇനി വന്നിട്ട് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അബ്ദുൽ ഹമീദ് ലാഹോരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റോഡ് ദ ബാദ്ഷാനാമ. ബാദ്ഷാനാമ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ചരിത്രം എഴുതിയത് ആരായിരുന്നു? അബ്ദുൽ ഹമീദ് ലാഹോരി ആയിരുന്നു. ഈ റോഡ് ദ ബാദ്ഷാനാമ വിച്ച് ഈസ് ഒഫീഷ്യൽ ഹിസ്റ്ററി ഓഫ് ദ ഷാജഹാൻ റെയിൻ. അതായത് ഷാജഹാന്റെ ചരിത്രത്തിൽ, ഷാജഹാന്റെ ഭരണത്തിനെ കുറിച്ചിട്ടുള്ള ഔദ്യോഗികമായ ചരിത്ര ഗ്രന്ഥമായിരുന്നു ബാദ്ഷാനാമ.
അപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിലുള്ള വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ആയിരുന്നു ബാദ്ഷാനാമ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ബാദ്ഷാനാമ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം രചിച്ചത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് എക്സാമിനേഷൻസുകളിൽ കണ്ടിന്യൂലി ആയിട്ട് ചോദിക്കുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇനി നിസാമുദ്ദീൻ അഹമ്മദ് ഈ റോഡ് ദ തബഖത്ത് ഐ അക്ബാരി എ ജനറൽ ഹിസ്റ്ററി ഓഫ് ദ മുഗൾ എംപയർ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നിസാമുദ്ദീൻ അഹമ്മദ് ആണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ പൊതുവായ ചരിത്രമായിരുന്നു തബഖത്ത് ഐ അക്ബാരി. അതായത് മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പൊതുവായിട്ടൊരു ചരിത്ര ഗ്രന്ഥമായിരുന്നു തബഖത്ത് അക്ബാരി. ഈ തബഖത്ത് അക്ബാരി എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് നിസാമുദ്ദീൻ അഹമ്മദ് ആയിരുന്നു. നിസാമുദ്ദീൻ അഹമ്മദ്. സോ അപ്പൊ നമുക്ക് ഈ 4 ഓപ്ഷൻസുകളും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഇത് നമ്മുടെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന നമ്മുടെ യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മുടെ 6 പ്രധാനപ്പെട്ട യൂണിറ്റ്സുകളാണ് നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ളത് സെറ്റ് ഹിസ്റ്ററിയിൽ. അതിൽ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റും മുഗൾ സുൽത്താനേറ്റും മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ ഹിസ്റ്ററി നമുക്ക് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇതിൽ മുഗൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കണ്ടുപോയിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാ വർഷവും ഹിസ്റ്റോറിയൻസും പെയിന്റേഴ്സും ഒക്കെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ദെൻ ഇനി നമുക്ക് മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൂടി എന്ത് ചെയ്യാം, കടന്നു പോകാം. ദ സിഖ് ഗുരു ഹു കംപ്ലീറ്റഡ് ദ കോമ്പിലേഷൻ ഓഫ് ദി ആദി ഗ്രന്ഥ്. ആദി ഗ്രന്ഥത്തിന്റെ സമാഹാരം പൂർത്തീകരിച്ചിട്ടുള്ള സിഖ് ഗുരു ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ സിഖ് ഗുരു ഹു കംപ്ലീറ്റഡ് ദ കോമ്പിലേഷൻ ഓഫ് ദി ആദി ഗ്രന്ഥ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഗുരു അംഗാദ്, ഓപ്ഷൻ ബി ഗുരു തേജ് ബഹാദൂർ, ഓപ്ഷൻ സി ഗുരു അർജുൻ ദേവ്, ഓപ്ഷൻ ഡി വന്നിട്ട് ഹർഗോവിന്ദ് ആണ്. ഗുരു ഹർഗോവിന്ദ്. ഇതില് ആദി ഗ്രന്ഥത്തിന്റെ കോമ്പിലേഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കോമ്പിലേറ്റ് ചെയ്തിട്ടുള്ള സിഖ് ഗുരു ആരാണ്? ആദി ഗ്രന്ഥത്തിന്റെ സമാഹാരം പൂർത്തീകരിച്ച സിഖ് ഗുരു ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ഗുരു അംഗാദ് ആണോ, ഗുരു തേജ് ബഹാദൂർ ആണോ, ഓപ്ഷൻ സി ഗുരു അർജുൻ ദേവ്, ഹർഗോവിന്ദ്. So here the correct answer Guru Arjun Dev is the correct answer. അപ്പം മറ്റ് ചില സിഖ് ഗുരുക്കന്മാരെ കൂടി നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 10 സിഖ് ഗുരുക്കന്മാരാണ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 10 സിഖ് ഗുരുക്കന്മാരെ കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒന്ന് നോക്കി പോകണം. അതിൽ ഫസ്റ്റ് ആദ്യത്തെ സിഖ് ഗുരു എന്നറിയപ്പെടുന്നത് ഗുരു നാനാക്ക് ആണ്, ദ ഫൗണ്ടർ ഓഫ് സിഖിസം. ദെൻ ഗുരു അംഗാദ് ദേവ്. ഗുരു അംഗാദ് ദേവിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഡെവലപ്ഡ് ദ ഗുരുമുഖി സ്ക്രിപ്റ്റ്. അപ്പൊ ഗുരുമുഖി സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഗുരു അംഗാദ് ദേവിന്റെ കാലഘട്ടത്തിലാണ്. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമിനേഷനിൽ കേട്ടോ. ഗുരു അമർദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3ാമത്തെ സിഖ് ഗുരുവാണ്. ഈ സ്റ്റാർട്ടഡ് ദ ലാംഗർ സിസ്റ്റം. ലാംഗർ സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് ഗുരു അമർദാസ് ആണ്. 4th സിഖ് ഗുരുവായ ഗുരു രാംദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫൗണ്ടഡ് ദ അമൃതസർ. അദ്ദേഹമാണ് അമൃതസർ നഗരം പണികഴിപ്പിച്ച സിഖ് ഗുരു എന്നറിയപ്പെടുന്നത് ഗുരു രാംദാസ്. ദെൻ വരുന്നത് 5ാമത്തെ സിഖ് ഗുരുവാണ് ഗുരു അർജുൻ ദേവ്. ഈ കംപ്ലീറ്റഡ് ദ ആദി ഗ്രന്ഥം. ആദി ഗ്രന്ഥത്തിന്റെ ക്രോഡീകരണം സമാഹരണം പൂർത്തീകരിച്ചിട്ടുള്ള സിഖ് ഗുരു എന്നറിയപ്പെടുന്നത് ഗുരു അർജുൻ ദേവ് ആണ്. ഇദ്ദേഹമാണ് ഫസ്റ്റ് സിഖ് മാർട്ടിയർ എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ സിഖ് മാർട്ടിയർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗുരു അർജുൻ ദേവ് ആണ്. ദെൻ വരുന്നിട്ട് ഗുരു ഹർഗോവിന്ദ് ആണ്. ഈ സ്റ്റാർട്ടഡ് ദ മിരി പിരി ട്രഡീഷൻ. മിരി പിരി ട്രഡീഷന് തുടക്കം കുറിച്ചിട്ടുള്ളത് ആരായിരുന്നു? ഗുരു ഹർഗോവിന്ദ് ആണ്. ദെൻ ഗുരു ഹർ സിംഗിനെ ഹർ റായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരു ഹർ റായി ആണ് 7ാമത്തെ സിഖ് ഗുരു. ഈ പ്രൊമോട്ടഡ് ദ ഹെർബൽ മെഡിസിൻ. അദ്ദേഹമാണ് ഹെർബൽ മെഡിസിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സിഖ് ഗുരു എന്നറിയപ്പെടുന്നത് ഗുരു ഹർ റായി ആണ്. ദെൻ ഗുരു ഹർ കിഷൻ ആണ് 8ാമത്തെ സിഖ് ഗുരു. ദ യങ്ങസ്റ്റ് സിഖ് ഗുരു എന്നറിയപ്പെടുന്നത് ഗുരു ഹർ കിഷൻ ആണ്. ദെൻ 9th സിഖ് ഗുരുവാണ് ഗുരു തേജ് ബഹാദൂർ. അദ്ദേഹമാണ് മാർട്ടിയർഡ് ഫോർ ദ റിലീജിയസ് ഫ്രീഡം. ഈ മാർട്ടിയർഡ് ഫോർ ദി റിലീജിയസ് ഫ്രീഡം ദാറ്റ് മീൻസ് ഗുരു തേജ് ബഹാദൂർ. ഇനി ഗുരു ഗോവിന്ദ് സിംഗ് ആണെങ്കിൽ 10ാമത്തെ സിഖ് ഗുരുവാണ്. അദ്ദേഹമാണ് ഈ ഫൗണ്ടഡ് ദ ഖൽസ സിസ്റ്റം. ഖൽസ സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ലാസ്റ്റ് സിഖ് ഗുരുവായിരുന്ന
ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഫൗണ്ടഡ് ദി ഖൽസ സിസ്റ്റം ഗുരു ഗോവിന്ദ് സിംഗ്. അങ്ങനെ ഈ 10 സിഖ് ഗുരുക്കന്മാരെയും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. അതിൽ അംഗദേവിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹമാണ് ഗുരുമുഖി സ്ക്രിപ്റ്റിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ അമൃതസർ നഗരത്തിന്റെ പണി പൂർത്തീകരിച്ചത് ഗുരു രാംദാസ് ആണ്. അപ്പൊ ഈ 10 സിഖ് ഗുരുക്കന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻസുകളും വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരു ക്രോണോളജിയും വിട്ട് പഠിക്കരുത്. കാര്യം ഇങ്ങനെ തന്നെയാണ് പഠിച്ചു പോകേണ്ടിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി വരുന്നത് സൂഫിസ പ്രസ്ഥാനവുമായിട്ട്. അപ്പൊ നമ്മൾ ഓരോ പാട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിഖിസം ആണെങ്കിലും സൂഫിസം ആണെങ്കിലും അല്ലെ, ഇപ്പൊ ജൈനിസം, ബുദ്ധിസം, ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള റിലീജിയസ് സെക്റ്റുകളും അതിന്റെ ക്രോണോളജിക്കൽ ഓർഡേഴ്സും വളരെ ക്ലിയർലി നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി സൂഫിസ പ്രസ്ഥാനത്തെ കുറിച്ച്, സൂഫിസം സെക്റ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുവാൻ പോകുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൂഫിസം സെക്റ്റുകളെയും അതിന്റെ ഫൗണ്ടേഴ്സിനെ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടേഴ്സിനെ ഒക്കെയാണ് ഇവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 സൈന്റുമാരാണ് സൂഫി സൈന്റില്. അതിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആരാണ്? ബഹാവുദ്ദീൻ സക്കറിയാണ്. ബഹാവുദ്ദീൻ സക്കറിയ. ഓപ്ഷൻ ബി ഷറഫുദ്ദീൻ മനേരി. ഓപ്ഷൻ സി ഷേഖ് നിസാമുദ്ദീൻ ഔലിയ. ഓപ്ഷൻ ഡി വന്നിട്ട് ഹമീദ് നാഗൂരി. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബഹാബുദ്ദീൻ സക്കറിയ വന്നിട്ട് ഏത് ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്? ബഹാബുദ്ദീൻ സക്കറിയ 1A2 ആണ് കേട്ടോ. A2, അതായത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. A2 ആണ്. A2 എന്ന് പറയുമ്പോൾ എന്താ? സുഹർവർദി ഓർഡർ ആണ് അല്ലെ. അപ്പോ ബഹാബുദ്ദീൻ സക്കറിയ വന്നിട്ട് സുഹർവർദി ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? സുഹർവർത്തി ഓർഡർ. സുഹർവർത്തി ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു ബഹാബുദ്ദീൻ സക്കറിയ. സുഹർവർത്തി ഓർഡർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി വന്നിട്ട് B3 ആണ്. ബി ഏതാണ്? ബി അടുത്ത വന്നിട്ട് B3 ആണ്, ഫിർദൌസി ഓർഡർ. അപ്പൊ ഫിർദൌസി ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആരാണ്? ഷറഫുദ്ദീൻ മനേരി ആണ് ഫിർദൌസി ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തി. അല്ലെങ്കിൽ ഫിർദൌസി ഓർഡറിന്റെ ഒരു കോൺട്രിബ്യൂട്ടർ ആയിരുന്നു എന്താ പറയുന്നത്, ഷറഫുദ്ദീൻ മനേരി, ഫിർദൌസി സെക്ട്. ഓക്കെ, ഷേഖ് നിസാമുദ്ദീൻ ഔലിയ വളരെ ഫേമസ് ആണ്. ചിസ്തി സിൽസിലയുടെ ചിസ്തി ഓർഡറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടർ ആയിരുന്നു ഷേഖ് നിസാമുദ്ദീൻ ഔലിയ, ചിസ്തി ഓർഡർ. ദെൻ വന്നിട്ട് ഹമീദ് നാഗൂരി. ഹമീദ് നാഗൂരി ഖ്വാദിരിയ അല്ലെ, ഖ്വാദിരിയ സിൽസിലയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടർ ആയിരുന്നു. ആരെന്നറിയപ്പെടുന്നത്? ഹമീദ് നാഗൂരി. അപ്പൊ നമുക്ക് ഇവരെ വളരെ വ്യക്തമായിട്ട് എല്ലാ സിൻസിലാസുകളെയും, ഇന്ത്യയിലെ എല്ലാ സിൻസില ഓർഡർ, സിൻസില സെക്റ്റുകളെയും ക്ലിയർലി പഠിച്ചു പോകുന്നത് വളരെ അത്യാവശ്യമാണ്. മെയിൻ സൂഫി ഓർഡേഴ്സ് അല്ലെങ്കിൽ സിൻസിലാസ് അല്ലെങ്കിൽ സൂഫി ഓർഡേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ പ്രോമിനന്റ് ലീഡേഴ്സ് സയൻസ് ആർ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി സെക്ട്സിന്റെ ഓർഡേഴ്സിനെയും അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനെയുമാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ചിസ്തി ഓർഡർ ആണ്. അപ്പോൾ ചിസ്തി ഓർഡറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്ലോബലി ബൈ ഖ്വാജ അബ്ദുൽ ഹമീദ് ചിസ്തിയാണ്. അതായത് ചിസ്തി ഓർഡർ ഒരു ആഗോളതലത്തിൽ വളരെയധികം വ്യക്തമായിട്ടുള്ള ആഗോളതലത്തിൽ ആകമാനം തന്നെ ഈ ചിസ്തി ഓർഡറിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഫൗണ്ടർ എന്ന് കൂടി അറിയപ്പെടുന്നത് ആരാണ്? ഖ്വാജ അബു അബ്ദുൽ ചിസ്തിയാണ്. ഖ്വാജ അബു അബ്ദുൽ ചിസ്തി, മറക്കരുത്. ഇനി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഈ ചിസ്തി ഓർഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഖ്വാജ മുഈദ്ദീൻ ചിസ്തിയാണ്. ഖ്വാജ മുഈദ്ദീൻ ചിസ്തി, ഖ്വാജ മുഈദ്ദീൻ ചിസ്തി, മറക്കരുതേ. അതർ മേജർ ലീഡേഴ്സ് ഇൻക്ലൂഡിങ് അതായത് ചിസ്തി ഓർഡറിലെ മറ്റു ചില ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ബാബ ഫരീദ്, നിസാമുദ്ദീൻ ഔലിയ. ആരൊക്കെയാണ്? കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ബാബ ഫരീദ്, നിസാമുദ്ദീൻ ഔലിയ. ഇവരൊക്കെയാണ് ഇന്ത്യയിലെ ചിസ്തി സിൻസിലയുടെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഓർ സൈന്റ് എന്ന് നമുക്ക് പറയാം. മറക്കരുത്, ഖ്വാജ മുഈദ്ദീൻ ചിസ്തി ആൻഡ് അതർ മേജർ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി, ബാബ ഫരീദ്, നിസാമുദ്ദീൻ ഔലിയ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഏത് ഓർഡറിനെ കുറിച്ചിട്ടാണ്? സുഹ്രവർത്തി ഓർഡറിനെ കുറിച്ചിട്ടാണ്. സുഹ്രവർത്തി ഓർഡറിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സും അത് ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സിനെയൊക്കെയാണ് നമ്മൾ സുഹ്രവർത്തി ഓർഡറുമായിട്ട് ബന്ധപ്പെടുത്തി ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ സുഹ്രവർത്തി ഓർഡർ ഫൗണ്ടഡ് ബൈ ഷഹാബുദ്ദീൻ സുഹ്രവർത്തി. ഷഹാബുദ്ദീൻ സുഹ്രവർത്തിയാണ് സുഹ്രവർത്തി ഓർഡർ സ്ഥാപിച്ചത്. ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഈ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ബൈ ഷെയ്ഖ് ബഹാബുദ്ദീൻ സക്കറിയ. ഷെയ്ഖ് ബഹാബുദ്ദീൻ സക്കറിയാണ് ഇന്ത്യയിൽ ഈ ഓർഡറിന്, സുഹ്രവർത്തി ഓർഡറിന് വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി വന്നിട്ട് നമുക്ക് നക്ഷബന്ദി ഓർഡർ, ഒരുപാട് തവണ ചോദിക്കുന്ന ഒന്നാണ് നക്ഷബന്ദി ഓർഡർ കേട്ടോ, പഠിച്ചു വെച്ചോണം. ഫൗണ്ടഡ് ബൈ ഖ്വാജ ബഹാബുദ്ദീൻ നക്ഷബന്ദി.
അപ്പൊ ഇത് സ്ഥാപിച്ചത് ആരാണ്? നക്ഷബന്ദി ഓർഡർ ഖ്വാജ ബഹബുദ്ദീൻ നക്ഷബന്ദിയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ചില പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ബൈ ഖ്വാജ ബാഖിബുള്ള. ചോദ്യം വളരെ ഫേമസ് ആണ്. ഇന്ത്യയിൽ നക്ഷബന്ദി ഓർഡർ സ്ഥാപിച്ചിട്ടുള്ളത് ബാഖിബുള്ളയാണ്. ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അല്ലെ? ആരാണ്? ബാഖിബുള്ള. ഓക്കെ. കൂടാതെ പോപ്പുലറൈസ്ഡ് ബൈ, ഈ ഒരു നക്ഷബന്ദി ഓർഡറിനെ വളരെയധികം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അഹമ്മദ് സിർഹിന്ദി. വൺസ് അഗെയിൻ അഹമ്മദ് സിർഹിന്ദി ഈസ് ദ കറക്റ്റ്. നോക്കൂ, അഹമ്മദ് സിർഹിന്ദിയാണ് ഇന്ത്യയിൽ വളരെയധികം പോപ്പുലറൈസ് ആക്കി മാറ്റിയത്. ഇനി വന്നിട്ട് ഏതാണ്? ഖ്വാദ്രി ഓർഡർ ആണ് കേട്ടോ. ഖ്വാദ്രി ഓർഡർ ആണ്. ഖ്വാദ്രി ഓർഡർ ഫൗണ്ടഡ് ബൈ അബ്ദുൽ ഖ്വാദ്രി ജിലാനി. അപ്പൊ ഖ്വാദ്രി ഓർഡർ അബ്ദുൽ ഖാദർ ഗിലാനിയാണ് സ്ഥാപിച്ചത്. ഷാ നെയ്മത്തുള്ള ഇന്ത്യയിൽ സ്ഥാപിച്ചു. അപ്പൊ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ്? ഷാ നെയ്മത്തുള്ളയാണ്. ആൻഡ് ഹെവിലി ഫോളോഡ് ബൈ ദ പ്രിൻസ് ദോരാ ഷിക്കോവ്. കൂടാതെ ആരാണ്? പ്രിൻസ് ദോരാ ഷിക്കോവ്, മിയാൻ മിർഷ, ബർക്കത്തുള്ള മഹ്റബി എന്നിവർ ഇതിന്റെ ശക്തമായ പിന്തുണ പ്രൊമോട്ടേഴ്സ് ഓഫ് ഇന്ത്യ ആയിരുന്നു. മിയാൻ മീർ, ഷാ ബക്രത്തുള്ള മെർമയാനി, ഒന്നും കൂടെ നോക്കാം. ദാരാ ഷിക്കോവ്, മിയാൻ മിർഷ, ബറക്കത്തുള്ള മഹ്റാബി ഇവരൊക്കെ തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഖ്വാദ്രി സിൻസിലയുടെ പ്രൊമോട്ടേഴ്സ് ആയിരുന്നു. ഇനി ഫിർദൌസി ഓർഡർ ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിർദൌസി ഓർഡറിന്റെ ബ്രാഞ്ച് ഓഫ് ദി ഷഹർവർത്തി ഓർഡർ, അതായത് നമുക്കറിയാം സഹർവർത്തി ഓർഡറിന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു ഫിർദൌസി ഓർഡർ. ദ ബ്രാഞ്ച് ഓഫ് ദി സഹർവർത്തി ഓർഡർ ദാറ്റ് ബിക്കെയിം പ്രോമിനന്റ് ഇൻ ബീഹാർ ലെഡ് ബൈ. ഈ സുഹർവർത്തി ഓർഡറിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടാണ് ഫിർദൌസി ഓർഡർ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ സുഹർവർത്തി ഓർഡറിന്റെ ബ്രാഞ്ച് ആയിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച ഫിർദൌസി ഓർഡറിന് വളരെയധികം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയായിരുന്നു? സംസ്ഥാനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബീഹാർ ലെഡ് ബൈ ഷറഫുദ്ദീൻ യഹിയ മനീറി. അപ്പൊ ബീഹാറിലാണ് ഇതിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്രൊമോട്ടേഴ്സ് ലഭിച്ചിട്ടുള്ളത്. ബീഹാറിലെ പ്രമുഖനായ ഒരു ഫിർദൌസി ഓർഡറിന്റെ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു ആരെന്നറിയപ്പെടുന്നത്? ഷറഫുദ്ദീൻ യഹിയ മനീറി. ഷറഫുദ്ദീൻ യഹിയ മനീറി ആയിരുന്നു ഇന്ത്യയിലെ ഫിർദൌസി ഓർഡറിന്റെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള പ്രൊമോട്ടർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സൂഫി സിൻസിലയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് ഒന്നുപോലും വിട്ട് പോകരുത്. കാര്യം വളരെ ഫേമസ് ആണ്. എല്ലാ പ്രാവശ്യവും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ആൾക്കാർ ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ടൊന്നും ആരും പഠിക്കാറില്ല. സാധാരണയായിട്ട് ഓടി പഠിച്ചാണ് പോകുന്നത്. പക്ഷെ ഇത്രയും ക്ലിയർലി ഓർഡേഴ്സ് ആയിട്ട് തന്നെ വ്യക്തമായിട്ട് നമ്മുടെ ടോസ് അക്കാഡമിയിൽ നമ്മൾ ഡെയിലി കുട്ടികൾക്കൊക്കെ തന്നെ നമുക്ക് ഇത്രത്തോളം വളരെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുത്തു പോകുന്നുള്ളത്, നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഓരോ ഓർഡേഴ്സിനും വളരെ വ്യക്തമായിട്ട് സൂഫി ആയാലും അതുപോലെ തന്നെ സിഖ് ഗുരുക്കന്മാരായാലും ഇവരെയൊക്കെ തന്നെ വളരെ എന്താ പറയുന്ന ക്രോണോളജിക്കൽ ഓർഡർ ബേസ് ഒരു കുട്ടികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ആയിട്ടാണ് നമ്മൾ നോട്ട്സുകൾ കൊടുത്തു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ക്രോണോളജിക്കൽ ഓർഡറിലേക്കും കൂടി ഒന്ന് കടന്നു പോകാം. ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വന്നിട്ട് നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് മൊമെന്റ്സ് ഇൻ ദി ക്രോണോളജിക്കൽ ഓർഡർ. ഓപ്ഷൻ എ ബർദോളി സത്യാഗ്രഹ, ഓപ്ഷൻ ബി ഇൻഡിവിജ്വൽ സത്യാഗ്രഹ, ഓപ്ഷൻ സി ഖേദ സത്യാഗ്രഹ, ഓപ്ഷൻ ഡി നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹ, ഓപ്ഷൻ ഇ വന്നിട്ട് ചമ്പാരൻ സത്യാഗ്രഹ. ഇങ്ങനെ നമുക്ക് 5 ഓപ്ഷൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് നമ്മൾ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച്മെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾക്കറിയാം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് എസ്പെഷ്യലി നമ്മുടെ ഗാന്ധിയൻ ഇറയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് അല്ലെങ്കിൽ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ECDAB എന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം അല്ലെ. ഓപ്ഷൻ എ ABCD, ഓപ്ഷൻ 2 ECDAB, അപ്പോ ഓപ്ഷൻ 3 CEDBA, ഓപ്ഷൻ 4 EDCAB. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ECDAB ആണ് കേട്ടോ. ഇ ആണ് ആദ്യം വന്നത്, ചമ്പാരൻ. ECD കഴിഞ്ഞിട്ട് ECDAB ആണ്. ഇൻഡിവിജ്വൽ സത്യാഗ്രഹമാണ് ലാസ്റ്റ് പോകുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഓടി ചമ്പാരൻ നമുക്കറിയാം 1917 1970, ഖേദ 1980, ബർദോളി 1928, ഇൻഡിവിജ്വൽ 1940. അതിന്റെ ഇടയിൽ നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹം മാത്രമാണ് നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. അവിടെ നമുക്ക് കറക്റ്റ് ഓർഡർലി ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള റെയർ ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്, ഗാന്ധിജിയുടെ ഫസ്റ്റ് സത്യാഗ്രഹ മൂവ്മെന്റ് ഇൻ ഇന്ത്യ.
Mahatma Gandhi first Satyagraha movement in India organized to protest the exploitation of indigo farmers by British planters in the ബീഹാർ. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹ പരിപാടിയായിരുന്നു ബീഹാറിലെ ബ്രിട്ടീഷ് തോട്ടക്കാരെ, നിലം കർഷകരെ ചൂഷണം ചെയ്യുന്നതിനെതിരെ, അല്ലെ, ബീഹാറിലെ നിലം കർഷകരെ ബ്രിട്ടീഷുകാര് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതിനെതിരെ മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ സംഘടിപ്പിച്ച ആദ്യത്തെ സത്യാഗ്രഹ സമര പരിപാടിയായിരുന്നു എന്നറിയപ്പെടുന്നത് ചമ്പാരൻ സത്യാഗ്രഹം. ഇനി വന്നിട്ട് കേദ സത്യാഗ്രഹമാണ് 1980 ആരംഭിച്ചത്. ആ ക്രോണോളജിക്കൽ സെക്കൻഡ് പീരീഡിലേക്ക് വരുന്നു. ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ in Gujarat to support persons who were unable to pay and land revenue due to the crop failure and plague epidemics. ഇനി കേദ സത്യാഗ്രഹ 1918 സംഘടിപ്പിച്ചത്. നമുക്കറിയാം, പലതരത്തിലുള്ള വിളനാശനങ്ങളും പ്ലേഗ് പകർച്ചവ്യാധികളും ഒക്കെ കാരണം ഭൂമിയുടെ വരുമാനം, അല്ലെങ്കിൽ അവർക്കൊരു വരുമാനം നൽകുന്നതിന് റവന്യൂ ഡ്യൂസ്, ലാൻഡ് റവന്യൂ ഡ്യൂസ് നൽകുന്നതിന് ഇവിടെയുള്ള സാധാരണ പാവപ്പെട്ട കർഷകർക്ക് കഴിയാതെ വന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ സാധാരണ പാവപ്പെട്ട കർഷകരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗുജറാത്തില് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും ചേർന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു സത്യാഗ്രഹ സമര പരിപാടിയായിരുന്നു ഖേദ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഓർഗനൈസ്ഡ് ബൈ ഗാന്ധിജി ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ ഗുജറാത്ത് ടു സപ്പോർട്ട് ദ പേഴ്സൺസ് ഹു വെയർ അനേബിൾ ടു പേ ആൻഡ് ലാൻഡ് റവന്യൂ ഡ്യൂ ടു എന്തുകൊണ്ടാ അവർക്ക് ലാൻഡ് റവന്യൂ അടയ്ക്കാൻ കഴിയാത്തത്? ഡ്യൂ ടു ദ ക്രോപ്പ് ഫെയിലുവർ ആൻഡ് പ്ലേഗ് എപ്പിഡമിക്സ്. ഓക്കെ, ഇതാണ് ഖേദ സത്യാഗ്രഹ. ഇനി വന്നിട്ട് നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹം 1923 ഇയർ ഒന്ന് നോക്കിയത് നിങ്ങൾ. എ campaign of peaceful civil disobedience centered on the right to hoist the nationalist ഫ്ലാഗ് ഡൂറിൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഇനി 1923 നാഗ്പൂർ പതാക സത്യാഗ്രഹം, നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശത്തെ കേന്ദ്രീകരിച്ചുള്ള, നമുക്ക് സ്വാതന്ത്ര്യ സമര ഭാഗത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ക്ലോസ് ചെയ്യണമായിരുന്നു. ഇതിനുള്ള റൈറ്റ് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹ ആരംഭിച്ചത്. ഒന്ന് നോക്കാം. 1923 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള അവകാശത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സത്യാഗ്രഹ സമര പരിപാടിയായിരുന്നു ഏതെന്നറിയപ്പെടുന്നിട്ടുള്ള ഒരു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചൊരു സമര പരിപാടി കൂടിയായിരുന്നു എന്നറിയപ്പെടുന്ന നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹ. എ campaign peaceful civil disobedience centered on the right to hoist the national flag during the ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ക്ലിയർ ആണല്ലോ. ഇതാണ് നാഗ്പൂർ ഫ്ലാഗ് സത്യാഗ്രഹം. ഇയർ 1923 ആണ്. ഓക്കെ ആണല്ലോ. ഇന്ന് വന്നിട്ട് ബർദോളി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇയർ. ബർദോളി സത്യാഗ്രഹ, എ മേജർ പേഴ്സൺസ് മൂവ്മെന്റ് ഇൻ ഗുജറാത്ത് അഗെയിൻസ്റ്റ് ദ അൺജസ്റ്റ് റൈസ് ഓഫ് ലാൻഡ് റവന്യൂ സക്സസ്ഫുള്ളി ലീഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ 1928 സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സത്യാഗ്രഹ സമര പരിപാടിയായിരുന്നു ബർദോളി സത്യാഗ്രഹം. അന്യമായ ഭൂവരുമാന വർധനവിനെതിരെയായിട്ടായിരുന്നു, അൺജസ്റ്റ് റൈസ് ഓഫ് ലാൻഡ് റവന്യൂ എതിരായിട്ടായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പേഴ്സൺസ് റിവോൾട്ട് എവിടെ ആരംഭിച്ചത്? ബർദോളിയിൽ ആരംഭിച്ചത്. അങ്ങനെ 1928 ബർദോളി എവിടെയാണ്? ഗുജറാത്തിലായിരുന്നു ബർദോളി. അങ്ങനെ ഒരു ഗുജറാത്തിലെ ഒരു പ്രധാനപ്പെട്ട കർഷക പ്രസ്ഥാനമായിട്ട് മാറിയ ഒരു സത്യാഗ്രഹ സമര പരിപാടി കൂടിയായിരുന്നു എന്തെന്നറിയപ്പെടുന്നത് ബർദോളി സത്യാഗ്രഹം. ഗാന്ധിജി വളരെയധികം പിന്തുണ കൊടുത്തിട്ടുള്ള ഒരു സത്യാഗ്രഹ സമര പരിപാടിയായിരുന്നു. ആർക്ക്? സർദാർ വല്ലഭായ് പട്ടേലിന്. ഇതായിരുന്നു ബർദോളി സത്യാഗ്രഹം. ഈസ് ഇൻ 1928. ഇനി വന്നിട്ട് ഇൻഡിവിജ്വൽ സത്യാഗ്രഹമായിരുന്നു. ഇൻഡിവിജ്വൽ സത്യാഗ്രഹം ആരംഭിച്ചത് 1940. ലോഞ്ച്ഡ് ബൈ മഹാത്മാഗാന്ധിജി ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ. എന്നാണ് ആരംഭിച്ചത്? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ. ടു അഫൈൻ ദ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് വിത്ത് ആചാര്യ വിനോബ ഭാവ ചൂസൻ ആസ് ദ ഫസ്റ്റ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹി. ഗാന്ധിജി തന്റെ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ സമര പരിപാടിയുടെ ആദ്യത്തെ ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെയായിരുന്നു? ആചാര്യ വിനോബ ഭാവെയായിരുന്നു ചൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിജി ആരംഭിച്ച അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വ്യക്തിഗത സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു എന്തെന്നറിയപ്പെടുന്നത് വ്യക്തിഗത സ്വാതന്ത്ര്യ പ്രസ്ഥാനം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. ഇതിനു വേണ്ടി ഗാന്ധിജി ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ലീഡർ ആരായിരുന്നു എന്ന് പറയുന്നു? ആചാര്യ വിനോബ ഭാവെയായിരുന്നു. അപ്പോൾ 1940 ഇൻഡിവിജ്വൽ സത്യാഗ്രഹം
ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ ക്രോണോളജിക്കലി അറേഞ്ച്മെന്റ് ചെയ്യേണ്ടിയിട്ടുള്ളത്. അപ്പോൾ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ വ്യക്തമായിട്ട് എല്ലാ ക്രോണോളജിക്കൽ ഓർഡേഴ്സും ഇയേഴ്സും നിങ്ങൾ പഠിച്ചു പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഗാന്ധി ഇറ മുതൽ, അതായത് 1950 ഗാന്ധിജി എന്താ പറയുന്നത് ഇന്ത്യയിലേക്ക് തിരികെ വന്ന പ്രവാസി ഡേ മുതൽ അല്ലെ, 1950 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ മുതൽ ഏകദേശം 1948 വരെയുള്ള കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലേ. ഇനി വന്നിട്ട് അടുത്തൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ദ കമ്മീഷൻ വിച്ച് എൻഗേർഡ് ഓൺ ദ ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കറിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന കമ്മീഷന്റെ പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ദ കമ്മീഷൻ വിച്ച് എൻഗേർഡ് ഓൺ ദ ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കറുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഈ ഒരു ജാലിയൻ വാലാബാഗ് മസാക്കറിനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മീഷൻ ആരായിരുന്നു? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് സത്യാഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് സമരം മസാക്കർ നടന്നിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ കമ്മീഷൻ, അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് മസാക്കറിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള കമ്മീഷന്റെ പേര് ഓപ്ഷൻ എ ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ബി ജെയിൻ കമ്മീഷൻ, ഓപ്ഷൻ സി സാർജൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി ഫോർട്ടോ കമ്മീഷൻ. ഹിയർ ദ കറക്റ്റ് ആൻസർ ഹണ്ടർ കമ്മീഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തെറ്റിപ്പോയില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ കമ്മീഷൻസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മീഷൻ ആണ്. ഡിസോർഡേഴ്സ് എൻക്വയറി കമ്മിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1990. 1919 ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ദിസ് കമ്മീഷൻ വാസ് ഒഫീഷ്യലി അപ്പോയിന്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഇവന്റ് ഓഫ് ദി ജാലിയൻ വാലാബാഗ് മസാക്കർ ഇൻ ദ അമൃതസർ ആൻഡ് ദ സറൗണ്ടിങ് സിവിൽ അൺട്രസ്റ്റ് ഇൻ ദ പഞ്ചാബ്. ഇറ്റ് വാസ് ഹെഡഡ് ബൈ ലോർഡ് വില്യം ഹണ്ടർ. അപ്പൊ ലോർഡ് വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിൽ 1919 ഇന്ത്യൻ ഗവൺമെന്റ് അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അന്വേഷണം അമൃതസറിലും അതിന്റെ പരിസര പ്രദേശത്തിലും നടത്തണം. അമൃതസർ എവിടെയായിരുന്നു? പഞ്ചാബിലാണ് അല്ലെ. അപ്പൊ ഈ ഒരു കമ്മീഷൻ നിയോഗിച്ചെന്താണ്? അമൃതസറിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും പഞ്ചാബിന് ചുറ്റുമുള്ള ആഭ്യന്തര കലാപങ്ങളെയും കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായ ലോർഡ് വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിൽ നിയോഗിച്ച ഒരു കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ 1919. ഓക്കെ ആണല്ലോ. ഇനി വരുന്നത് ജെയിൻ കമ്മീഷൻ. ഈസ് അപ്പോയിന്റഡ് ബൈ 1991. ദിസ് കമ്മീഷൻ ഇൻവെസ്റ്റിഗേറ്റഡ് ദ കോൺസ്പിറസി ഏജൻസീസ് angles and events leading up to the assassination of the former Indian Prime Minister രാജീവ് ഗാന്ധി. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ അദ്ദേഹത്തിന്റെ അസാസിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തി എൻക്വയറി അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി വന്ന ഒരു കമ്മീഷനായിരുന്നു ജെയിൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ 1991 നിയമിതനായ ഈ കമ്മീഷൻ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ വധവുമായിട്ട്, അല്ലെങ്കിൽ വധത്തിലേക്ക് നയിച്ച ചില ഗൂഢാലോചനകളെ കുറിച്ച്, അല്ലെങ്കിൽ അന്നത്തെ ചില സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മീഷനായിരുന്നു ജെയിൻ കമ്മീഷൻ. ഏത് വർഷം? 1991. ഈസ് ഇൻ 1991. ദാറ്റ് ഈസ് ജെയിൻ കമ്മീഷൻ. ദെൻ വന്നിട്ട് സർജന്റ് കമ്മീഷൻ ആണ്. നമുക്ക് നോക്കാം സർജന്റ് കമ്മീഷൻ. സർജന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ബൈ 1944 ജോൺ സർജന്റ്. ദിസ് വാസ് എ കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് പ്ലാൻ എയിംഡ് അറ്റ് റീസ്ട്രക്ചറിങ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ റീസ്ട്രക്ചറിങ് ചെയ്യുക, സിസ്റ്റം ടു മാച്ച് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ദ കണ്ടംപററി ബ്രിട്ടൻ വിത്ത് എ 14-year time frame. അതായത് നമുക്കറിയാം സർജന്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന 1944 ജോൺ സർജന്റ് തയ്യാറാക്കിയ ഒരു വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു. ഏകദേശം 40 വർഷത്തെ സമയപരിധിക്കുള്ളിൽ സമകാലിക ബ്രിട്ടന്റെ വിദ്യാഭ്യാസ നിലവാരവുമായി പൊരുത്തപ്പെടുന്ന ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഇന്ത്യയിൽ പുനഃക്രമീകരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു എന്നറിയപ്പെടുന്ന സർജന്റ്. അതായത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇനി മുതൽ എങ്ങനെയുള്ളതായിരിക്കണം? ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായവുമായിട്ട് പൊരുത്തപ്പെടുന്ന, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന നിലവാരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു സർജന്റ് റിപ്പോർട്ട്. ഇതിനനുസരിച്ച് ഏകദേശം 40 വർഷത്തെ സമയപരിധിക്കുള്ളിൽ സമകാലിക ബ്രിട്ടന്റെ നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസം നിലവാരം ഇവിടെ കൊണ്ടെത്തിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു സർജന്റ് റിപ്പോർട്ട്. ഈസ് ഇൻ 1944. മറക്കല്ലേ, സർജന്റ്, അർജന്റ്. നമ്മളിപ്പോ ചില കോഡുകളൊക്കെ ഇട്ട് പഠിക്കണം. സർജന്റ് മീൻസ് അർജന്റ് അല്ലേ. 44
അർജന്റ് എന്ന് പറഞ്ഞ് പഠിച്ചാൽ ആ ക്രോണോളജിക്കൽ ഇയർ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ദാറ്റ് ഈസ് 1944. സർജന്റ് അർജന്റ്. ഓക്കെ, മറക്കല്ലേ, കോഡാണ്. ഇനി ഹോർട്ടോങ് കമ്മീഷനാണ്. അപ്പൊ ഹോർട്ടോങ് കമ്മീഷൻ എന്നാ നിലവിൽ വന്നിട്ടുള്ളത്? അതും കൊറോണോളജിക്കൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, 1929 ആണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹോർട്ടോങ് കമ്മീഷൻ അപ്പോയിന്റഡ് ഇൻ 1929 അണ്ടർ സർ ഫിലിപ്പ് ഹോർട്ടോങ്. ദീസ് കമ്മിറ്റി വാസ് ടാസ്ക്ഡ് വിത്ത് ദ സർവിംഗ് ദ growth and standard of education in British India, highlighting issues like high rates of wastage and stagnation at the primary school level. ഇനി ഹോർട്ടോങ് കമ്മീഷൻ 1929 സർ ഫിലിപ്പ് ഹോർട്ടോങ്ങിന്റെ കീഴിൽ നിയമിതനായ ഒരു കമ്മീഷനായിരുന്നു ഹോർട്ടോങ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. ആരുടെ കീഴിൽ? സർ ഫിലിപ്പ് ഹോർട്ടോങ്ങിന്റെ നേതൃത്വത്തിൽ 1929 അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു ഹോർട്ടോങ് കമ്മീഷൻ. ഈ കമ്മീഷന്റെ ടാസ്ക് എന്തായിരുന്നു? ടാസ്ക് സർവേ നടത്തുക, സർവേയിങ് ദ ഗ്രോത്ത് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ എഡ്യൂക്കേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെയും വളർച്ചയുടെയും നിലവാരത്തെ കുറിച്ച് സർവേയിങ് നടത്തുക, ഒരു സർവേ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയ ഒരു കമ്മീഷനായിരുന്നു. കൂടാതെ പ്രൈമറി സ്കൂൾ തലത്തിലെ ഉയർന്ന പ്രൈമറി സ്കൂൾ തലത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷനെ പരമാവധി കുറച്ചു കൊണ്ടുവരിക. ദ ഹൈ റേറ്റ് ഓഫ് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ദ പ്രൈമറി ലെവൽ. അതിനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസ തലത്തിൽ ഒരുപാട് കുട്ടികളുടെ വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോക്കലൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പ്രാഥമിക നിലവാരം പോലും പൂർത്തീകരിക്കാത്ത കൊഴിഞ്ഞു പോക്കലും വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളെ കുറിച്ച് അന്വേഷിച്ച് സർവേ നടത്തി റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1929 അപ്പോയിന്റ്മെന്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു ഹോർട്ടോങ് കമ്മീഷൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എന്താ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗമായിട്ട് പഠിച്ചു പോയത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകാൻ. മിഡീവൽ സുൽത്താൻ ഓഫ് ഡൽഹി ഹു ഡൈഡ് വെൽ പ്ലേയിങ് ദ ചൗഗാൻ. അതായത് ചൗഗാൻ കളിക്കുന്നതിനിടെ മരിച്ച മധ്യകാല ഡൽഹിയിലെ സുൽത്താൻ ആരായിരുന്നു? ഡൽഹി സുൽത്താൻ, മിഡീവൽ സുൽത്താൻ ഓഫ് ഡൽഹി ഹു ഡൈഡ് വെൽ പ്ലേയിങ് ദ ചൗഗോ. അപ്പോ ചൗഗാൻ കളിക്കുന്നതിനിടയിൽ മരിച്ച ഡൽഹിയിലെ വളരെ പ്രശസ്തനായ സുൽത്താൻ ആരായിരുന്നു എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ എ വന്നിട്ട് ബാൾബൻ, ഓപ്ഷൻ ബി റസിയ സുൽത്താന, ഓപ്ഷൻ സി ഇൽതുമിഷ്, ഓപ്ഷൻ ഡി കുത്തബുദ്ദീൻ ഐബക്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ കുത്തബുദ്ദീൻ ഐബക് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം, ഡൽഹി സുൽത്താനേറ്റിനെ കൂടി നിങ്ങൾക്കൊന്ന് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഈ വിധത്തിലാണ് പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. നമുക്ക് റൂളേഴ്സ് ഓഫ് ദ ഡൽഹി പഠിക്കുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് ഇയർലി ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി മുതലല്ല കേട്ടോ ആക്ച്വലി പഠിച്ചു പോകേണ്ടിട്ടുള്ളത്. ഇയർലി തുർക്കിഷ് റൂളേഴ്സ് അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി മുതലല്ല പഠിച്ചു പോകേണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസ്റ്റി എന്താ പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റിക്ക് മുമ്പ് തന്നെ രജപുട്ട് ഡൈനാസ്റ്റിയും കൂടി നോക്കണം. ഇവരൊക്കെ ഡൽഹി ഭരിച്ചവരാണ്. രജപുട്ട് തോമർ ഡൈനാസ്റ്റി ഇയർലി 12th century 1165 എന്താ പറയുന്ന അൻഗപാലാസ് ആയിരുന്നു അടുത്തത്. പിന്നെ വന്നിട്ട് ചൗഗാസ്, അത് 1165 to 1192 കാലഘട്ടത്തിൽ. പൃഥ്വിരാജ് ചൗഹാൻ 1175 to 1192 അല്ലെ. നമുക്കറിയാം അപ്പൊ തറയിൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനുമായിട്ടായിരുന്നു. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും. ആ ഒരു ഇയർ ഒക്കെ നിങ്ങൾ 1191-92 കാലഘട്ടം. ദെൻ വന്നിട്ട് ഇയർലി തുർക്കിഷ് റൂളേഴ്സ് ആയിട്ടുള്ള സ്ലേവ് ഡൈനാസ്റ്റിയുടെ കുത്തബുദ്ദീൻ ഐബക്. അതായത് നമ്മളെ ഡൽഹി സുൽത്താനേറ്റിന്റെ അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടം 1206 to 1219 ആണ്. ഇതിൽ കുത്തബുദ്ദീൻ ഐബക് 1206 to 1210 പിന്നെ വന്നിട്ട് ഇൽതുമിഷ് 1210 to 1236, റസിയ സുൽത്താന 1236 to 1240, ഗിയാസുദ്ദീൻ ബാൾബൻ 1266 to 1287. ഈ ഓർഡറിലാണ് പഠിച്ചു പോകേണ്ടത് സ്ലേവ് ഡൈനാസ്റ്റി. പിന്നെ വന്നിട്ട് ഖിൽജി ഡൈനാസ്റ്റി, അതിൽ ജലാലുദ്ദീൻ ഖിൽജിയാണ് 1292 to 1296 ഖിൽജി ഡൈനാസ്റ്റി. അലാവുദ്ദീൻ ഖിൽജി 1296 to 1316, അതായത് 1316 വരെ ഭരിച്ചിരുന്ന അലാവുദ്ദീൻ ഖിൽജി. ക്ലിയർ ആണല്ലോ? ഇനി ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷമാണ് തുഗ്ലക്. ലോങ്സ്റ്റ് സർവിംഗ് ഡൽഹി സുൽത്താനേറ്റ് ആരെന്ന് അറിയപ്പെടുന്ന ആരെയായിരുന്നു? തുഗ്ലക് ഡൈനാസ്റ്റി ആയിരുന്നു. ഇവർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് ഡൈനാസ്റ്റി. ഗിയാസുദ്ദീൻ തുഗ്ലക് 1320 മുതൽ 1324 വരെ ഭരിച്ചു. മുഹമ്മദ് ബിൻ തുഗ്ലക് 1324 to 1351 ഭരിച്ചു. പിന്നെ ഫിറോസ് ഷാ തുഗ്ലക് ആയിരുന്നു 1351 to 1388 വരെ ഭരിച്ചു. അത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. സെയ്ദ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിരുന്നു കിസർ ഖാൻ. അവരുടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് 1440 to 1451, 1440 to 1421 ആണ് കിസർ ഖാൻ. ലാസ്റ്റ് റൂളർ ലോധി ഡൈനാസ്റ്റി, ബഹാലുൽ ലോധിയാണ് എന്റെ ഫൗണ്ടർ, ബഹാലുൽ ലോധി. അവരുടെ പീരീഡ് 1451 to 1526 അറിയാലോ. പിന്നെ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും അങ്ങനെ മുഗൾ ഭരണത്തിൽ
ഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും ഈ പീരീഡ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകുക. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചൗഹാൻ കളിക്കുന്നതിനിടെ മരണപ്പെട്ട ഡൽഹി സുൽത്താനായിട്ട് ആരാ പറഞ്ഞിട്ടുള്ളത്? കുത്തബുദ്ദീൻ ഐബക്ക്. അപ്പൊ നമുക്ക് അവരെ കുറിച്ചും കൂടി ഒന്ന് നോക്കി പോകണം. കുത്തബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൗണ്ടർ ഓഫ് ദി മംലുക് ഓർ സ്ലേവ് ഡൈനാസ്റ്റിയുടെ തുടക്കക്കാരൻ ആൻഡ് ഡൽഹി സുൽത്താനേറ്റ്. ഹി ഡൗഡ് ഓൺ 1210 അദ്ദേഹം മരിച്ചത് ഫ്രം ദ ഇഞ്ചുറീസ് സസ്റ്റൈൻഡ് ആഫ്റ്റർ എ ഫാൾ വെൽ പ്ലേയിങ് ദ ചൗഹാൻ. അങ്ങനെ ചൗഹാൻ കളിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ആൻഡ് ഇയർലി ഫ്രം ദ പോളോ, അല്ലെ, പോളോ കളിക്കുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ചൗഹാൻ കളിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു ആരെന്നറിയപ്പെടുന്നത്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇനി വരുന്നത് ഗിയാസുദ്ദീൻ ബാൾബൻ ആണ്. ഗിയാസുദ്ദീൻ ബാൾബൻ വാസ് എ പവർഫുൾ റൂളർ നോൺ ഫോർ ഹിസ് സ്ട്രിക്റ്റ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഭരണ പരിപാടിയായിരുന്നു ബ്ലഡ് ആൻഡ് അയൺ പോളിസി. അപ്പൊ ബ്ലഡ് ആൻഡ് അയൺ പോളിസി നടപ്പിലാക്കിയത് ആരായിരുന്നു? നിണവും ഇരുമ്പും നയം നടപ്പിലാക്കിയത് ഗിയാസുദ്ദീൻ ബാൾബൻ ആയിരുന്നു, മറക്കല്ലേ. ഇനി അദ്ദേഹത്തിനെ കുറിച്ച് പറയും. ഈ ഡൈഡ് ദ ഇൽനെസ് ആൻഡ് ഓൾഡ് ഏജ് ഇൻ 1287 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു? 1287 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. ഹെവിലി ഗ്രീവ്ഡ് ബൈ ദ ഡെത്ത് ഓഫ് ഹിസ് ഫേവറേറ്റ് സൺ. അതായത് തന്റെ പ്രിയപ്പെട്ട മകന്റെ മരണത്തിൽ ദുഃഖിതനായി. അങ്ങനെ 1287 അദ്ദേഹത്തിന്റെ രോഗവും വാർദ്ധക്യവും ഒക്കെ മൂലം അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇനി റസിയ സുൽത്താനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദ ഫസ്റ്റ് ഫീമെയിൽ മുസ്ലിം റൂളർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. ഷീ വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് നിയർ കൈത്താൽ. അതായത് റസിയ സുൽത്താന മരണപ്പെട്ടത് എവിടെ വെച്ചിട്ടായിരുന്നു? കിൽഡ് നിയർ ദ കൈത്താൽ വെച്ചിട്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്, റസിയ സുൽത്താന. അതൊക്കെ അറിയാം. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യം മുസ്ലിം വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. കൈത്താളിനടുത്ത് വെച്ചിട്ടാണ് അവർ മരണപ്പെട്ടത്. സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ, നിയർ ഇൻ കൈത്താൽ. 1240 അവർ മരണപ്പെട്ടത്. ബൈ റെബൽ ഫോഴ്സസ് വെൽ ട്രൈങ് ടു റിക്ലൈം ഹർ ത്രോൺ. അതായത് തന്റെ സിംഹാസനം തിരികെ പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ വിമത സൈന്യത്തിന്റെ ആക്രമണത്താലാണ് കൈത്താളിൽ വെച്ച് 1240 1240 കൈത്താളിൽ വെച്ച് റസിയ സുൽത്താന മരണപ്പെടുകയുണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് റൂളർ വന്നിട്ട് ആരാണ്? നമുക്ക് നോക്കി ഈ തന്നിരിക്കുന്ന ഓർഡറിലെ ലാസ്റ്റ് വന്നിട്ട് ഇൽത്തുമിഷ് ആണ് കേട്ടോ. ഇൽത്തുമിഷ് റിഗാർഡഡ് ആസ് ദ കൺസോൾഡേറ്റർ ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ കൺസോൾഡേറ്റർ എന്നറിയപ്പെടുന്ന ഇൽത്തുമിഷ് ആണ്. അല്ലെങ്കിൽ ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഈ എക്സ്പാൻഡ് ദ എംപയർ, അദ്ദേഹം എന്താ പറയുന്നത്, ഡൽഹി സുൽത്താനേറ്റിനെ എക്സ്പാൻഷൻ ചെയ്യാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റിനെ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്തു. എംപയർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇക്ത സിസ്റ്റം. അദ്ദേഹമാണ് ഇക്ത സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത്. ഈ ഡൈഡ് ഓൺ സെവിയർ ഇൽനെസ്. 1236 അദ്ദേഹത്തിന് എന്താ പറയുന്നത്, ഗുരുതരമായിട്ടുള്ള ചില അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് 1236 അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ചൗഹാൻ കളിക്കിടെ മരണപ്പെട്ട ഡൽഹി സുൽത്താനേറ്റ് ആര് എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് 1210 മരണപ്പെട്ട കുത്തബുദ്ദീൻ ഐബക്ക്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ റൂളേഴ്സിനെയും പഠിച്ചു പോകേണ്ടിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലാകും എന്ന് തോന്നുന്നു. ദെൻ ഇനി വന്നിട്ട് ദ കിങ് അസോസിയേറ്റഡ് വിത്ത് സെന്റ് തോമസ്, എ ഡിസൈപ്പിൾ ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ്. അതായത് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന ഭരണാധികാരി ഏതാണ്? നമുക്ക് നോക്കാം. ഗോണ്ടോ ഫർണസ് ആണ് ഓപ്ഷൻ എ, ഗോണ്ടോ ഫർണസ്. ഓപ്ഷൻ ഡി മെനൻഡർ. ഓപ്ഷൻ സി കനിഷ്ക. ഓപ്ഷൻ ഡി വന്നിട്ട് കാഡിഫിനസ്. അപ്പൊ ആരാണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കാം. ഗോണ്ടോ ഫർണസ് ആണോ, മെനൻഡർ ആണോ, കനിഷ്കനാണോ, കാൻഡിഫിയസ് ആണോ? കാൻഡിഫിനസ്. ഓപ്ഷൻ ഡി കാൻഡിഫിനസ്. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗോണ്ടോ ഫർണസ് ആണ് കേട്ടോ. ഗോണ്ടോ ഫർണസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻസിലേക്ക് കൂടി നമുക്കൊന്ന് നോക്കി പോകാം എന്തൊക്കെയാണെന്നുള്ളത്. ഗോണ്ടോ ഫർണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോ പാർഥിയൻ കിങ് ആണ് ഗോണ്ടോ ഫർണസ് കേട്ടോ. ഇൻഡോ പാർഥിയൻ കിങ് ആണ്. റൂൾ ഇൻ ഫസ്റ്റ് സെഞ്ചുറി AD അക്കോർഡിംഗ് ടു ദ ഇയർലി ക്രിസ്ത്യൻ ട്രഡീഷൻ ആൻഡ് ദ അപ്രോക്രിയൽ ടെസ്റ്റ് Act of Thomas. St. Thomas visited his court in the Punjab region to build a palace for him, marking the arrival of the Christianity in the Indian subcontinent. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ AD 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഭരിച്ചിരുന്നത്. ഇൻഡോ പാർത്തിയൻ രാജാവായിരുന്നു. ആദ്യകാല ക്രിസ്ത്യൻ പാരമ്പര്യത്തിന്റെ, അതായത് സെന്റ് തോമസിന്റെ സെന്റ് തോമസിന്റെ ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണാധികാരി കൂടിയായിരുന്നു ഗോണ്ടഫറസ് എന്നറിയപ്പെടുന്നിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്ര കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്റ് തോമസ് ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് പഞ്ചാബ് വിസിറ്റ് ചെയ്യുകയും സെന്റ് തോമസ് വിസിറ്റഡ് ഹിസ് കോർട്ട്, അദ്ദേഹത്തിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തു ഇൻ ദ പഞ്ചാബ് റീജിയനിൽ ടു ബിൽഡ് എ പാലസ് ഫോർ ഹിം.
എന്ന് മാത്രമല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ക്രിസ്തുമതത്തിന്റെ ആഗമനത്തിന്റെ അടയാളമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത് സെന്റ് തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവാണ്. അങ്ങനെ സെന്റ് തോമസ് പഞ്ചാബ് മേഖലയിലാണ് വരികയും എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ നമ്മുടെ കോണ്ടഫർണസിന്റെ കൊട്ടാരം സന്ദർശിക്കുകയും ഒരു എന്താ പറയുക, ഒരു പാലസ് പണിയാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹം അറിയിക്കുകയും ചെയ്യും. ബിൽഡ് എ പാലസ് ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാലസ് അദ്ദേഹം എന്ത് ചെയ്തു, നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. മേക്കിംഗ് ദ അറൈവൽ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ക്രിസ്തുമതത്തിന്റെ വരവിനെ എടുത്തു കാണിക്കുന്ന ഒരു ചരിത്രം കൂടിയാണ് സെന്റ് തോമസിന്റെ വിസിറ്റ്. അദ്ദേഹം വിസിറ്റ് ചെയ്ത സമയത്ത് ഇവിടുത്തെ ഭരണാധികാരി ഫസ്റ്റ് സെഞ്ചുറിയിൽ ആരായിരുന്നു? ഗോണ്ടോഫർണസ് ആയിരുന്നു ഫസ്റ്റ് സെഞ്ചുറിയിലെ റൂളർ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ക്രിസ്തുമതത്തിന്റെ ആഗമനവും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു, പഞ്ചാബിലായിരുന്നു അദ്ദേഹം എത്തിച്ചേർന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ വിസിറ്റഡ് ദ കോർട്ട് ഓഫ് ദി പഞ്ചാബ് റീജിയൻ ടു ബിൽഡ് എ പാലസ് ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പാലസ് നിർമ്മിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം പറയുകയും ഓക്കെ. അപ്പൊ ഇതിനെ ഇന്ത്യയിലെ ക്രിസ്തുമതത്തിന്റെ ആരംഭവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ വന്നിട്ട് മെനൻഡർ ആണ്. മെനൻഡറിനെയാണ് മിലിന്ദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എ ഫേമസ് ഇൻഡോ ഗ്രീക്ക് റൂളറാണ്. കിങ് ഓഫ് ദ സെക്കൻഡ് സെഞ്ചുറി ബി സി. ഹി റൂൾഡ് ഓവർ ദ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. അദ്ദേഹം ഭരിച്ചത് എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലാണ്. ഈസ് എ വെൽ നോൺ ഫോർ ഹിസ് ഫിലോസഫിക്കൽ ഡിസ്കഷൻ വിത്ത് ദ ബുദ്ധിസ്റ്റ് മോങ്ക് നാഗസേന വിച്ച് വെർ റെക്കോർഡഡ് ഇൻ ദ സെലിബ്രേറ്റഡ് ബുദ്ധിസ്റ്റ് ടെസ്റ്റ് മിലിന്ദ പൻഹ. ഇദ്ദേഹവും ആരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇദ്ദേഹവും ബുദ്ധ സന്യാസിയായിരുന്ന നാഗസേനനും തമ്മിലുള്ള ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം രചിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ടെസ്റ്റിന്റെ പേര് എന്താണ്? ടെസ്റ്റ് മിലിന്ദ പൻഹ, ദ ക്വസ്റ്റ്യൻ ഓഫ് കിങ് മിലിന്ദ, ദ ക്വസ്റ്റ്യൻസ് ഓഫ് കിങ് മിലിന്ദ. അപ്പോൾ വടക്ക് പടിഞ്ഞാറിൽ ഇന്ത്യ ഭരിച്ച BC 2-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ച വളരെ പ്രശസ്തനായ ഒരു ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു ആരെന്നറിയപ്പെടുന്ന മിലിന്ദ. അദ്ദേഹം ബുദ്ധ സന്യാസിയായിരുന്ന നാഗസേനുമായിട്ടുള്ള ചർച്ചകൾ, ഫിലോസഫിക്കലായിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ വളരെ പ്രശസ്തനായിരുന്നു. ഇത് പ്രസിദ്ധമായ ബുദ്ധമത ഗ്രന്ഥമായ മിലിന്ദ പൻഹയ്ക്ക് വഴിതെളിക്കുകയുണ്ടായി. അപ്പൊ ഈ ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷന്റെ ഒരു ഇമ്പാക്ട് ആയിരുന്നു മിലിന്ദ പൻഹ എന്നറിയപ്പെടുന്ന പുസ്തകം, ദ ക്വസ്റ്റ്യൻസ് ഓഫ് കിങ് മിലിന്ദ. അതായത് മിലിന്ദയോടുള്ള ചോദ്യങ്ങളെയാണ് ആക്ച്വലി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിരിക്കുന്നത്? രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനി വരുന്നത് കനിഷ്കയാണ്. കനിഷ്ക രാജാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഷാന രാജവംശത്തിന്റെ ഭരണാധികാരിയായിരുന്നു കനിഷ്ക. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എംപറർ ഓഫ് ദ കുഷാന ഡൈനാസ്റ്റിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള എംപറർ ആയിരുന്നു. സെക്കൻഡ് സെഞ്ചുറി. ഹി വാസ് ദ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് മഹായാന ബുദ്ധിസത്തിന്റെ ഒരു പാറ്റേൺ ആണ്. ഹീനയാന മഹായാന എന്ന് പിൽക്കാലഘട്ടത്തിൽ ബുദ്ധമതം രണ്ടായിട്ട് തിരിഞ്ഞു അല്ലെ, നമുക്കറിയാം. ഇതില് മഹായാന ബുദ്ധമതത്തിന്റെ ഒരു അഡ്ഹറന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരുന്നു, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു കനിഷ്ക. ഫേമസ്ലി കൺവീനിങ് ഫോർത്ത് കൗൺസിൽ, ബുദ്ധിസ്റ്റ് കൗൺസിൽ, അതായത് 4-ാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്, കാശ്മീരിലെ 4-ാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടിയത് ആരായിരുന്നു? കനിഷ്കനായിരുന്നു. ആൻഡ് സപ്പോർട്ടിംഗ് ദ ആർട്ട് ഓഫ് ഗാന്ധാര ആൻഡ് മധുര. അദ്ദേഹം ഏത് ആർട്ടിനെയാണ് വളരെയധികം പിന്തുണ കൊടുത്ത ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. ഗാന്ധാര, മധുര എന്ന കലകളെ പിന്തുണച്ച ഒരു കുഷാന ഡൈനാസ്റ്റി റൂളർ ആയിരുന്നു കനിഷ്ക എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു 4-ാം ബുദ്ധമത സമ്മേളനം കാശ്മീരിലെ കുണ്ടലവനത്തിൽ വെച്ച് നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കാഡിഫിനസിനെ കുറിച്ചിട്ടാണ്. കാഡിഫിനസ് എന്ന് പറയുമ്പോൾ കുഷാന സാമ്രാജ്യത്തിലെ ആദ്യകാല ഭരണാധികാരിയായിരുന്നു കാഡിഫിനസ്. ഹി റിഫേഴ്സ് ടു ദ ഏർലി റൂളേഴ്സ് ഓഫ് ദ കുഷാന എംപയർ, മോസ്റ്റ് നോട്ടബിളി കജുല കാഡിഫിനസ് ഹു യുണൈറ്റഡ് ദ. അദ്ദേഹം ആരെയാണ് യുണൈറ്റ്, എന്താ പറയുക, യുശോഷി ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് സാമ്രാജ്യം സ്ഥാപിച്ച ഒരു ഗോത്രത്തിന്റെ പേരാണ് കേട്ടോ. ആ ഗോത്രത്തിന്റെ പേരാണ് യുയോഷി ട്രൈബ്. അപ്പൊ യുയോഷി ട്രൈബിനെ സംഘടിപ്പിച്ചുകൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട് യുയോഷി ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് സാമ്രാജ്യം സ്ഥാപിച്ച വളരെ പ്രശസ്തനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു കാഡിഫിനസ് എന്നറിയപ്പെടുന്നത്. ഇസ് മോസ്റ്റ് നോട്ടബിളി കജുല കാഡിഫിനസ്. അപ്പോൾ യുയോഷി ഗോത്രങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് സാമ്രാജ്യം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ മകനായിരുന്നു എന്തെന്നറിയപ്പെടുന്നത് വിമാ കാഡിഫിനസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുത്രന്റെ പേരെന്താണ്? വിമാ കാഡിഫിനസ്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഗോൾഡ് കോയിനേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗോൾഡ് കോയിനേജുകൾക്ക് തുടക്കം കുറിച്ചത് കാഡിഫിനസിന്റെ പുത്രനായിരുന്ന വിമാ കാഡിഫിനസ് ആയിരുന്നു. ബോത്ത് റൂൾഡ് പ്രിയർ ടു ദി കനിഷ്ക. അപ്പൊ നമുക്കറിയാം, അപ്പൊ ഇന്ത്യയിൽ സ്വർണ്ണ നാണയങ്ങൾ അവതരിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുത്തു പറയേണ്ടതായിരിക്കും ആരാണ്? വിമാ കാഡിഫിനസ് ആയിരുന്നു. കനിഷ്കന് മുമ്പ് ഇവർ രണ്ടുപേരും ഭരിച്ചു എന്നുള്ളതാണ്. അപ്പൊ കുഷാന സാമ്രാജ്യത്തിലെ ആദ്യകാല ഭരണാധികാരിയായിരുന്നു കാഡിഫിനസും വിമാ കാഡിഫിനസും. ഇവർ ആർക്ക് മുന്നേ ഭരിച്ചു? നമ്മുടെ കനിഷ്കന് മുമ്പ് ഇന്ത്യ ഭരിച്ചിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് കുഷാന സാമ്രാജ്യം ഭരിച്ച രാജാക്കന്മാരായിരുന്നു. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടിയിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞുതരാം. ഈ ഗോണ്ടഫർണസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോ പാർത്തിയൻ റൂളറാണ് കേട്ടോ അദ്ദേഹം. ഇൻഡോ പാർത്തിയൻ നമ്മൾ പഠിക്കുമ്പോൾ അവരെ തന്നെ എടുത്ത് പഠിക്കണം. ഇൻഡോ പാർത്തിയൻ റൂളേഴ്സ് ആണ് ആരെന്നറിയപ്പെടുന്നത്? ഗോണ്ടിഫർണസ്, ഇൻഡോ പാർത്തിയൻ റൂളേഴ്സ്. ഇനി മിലിന്ദർ എന്ന് പറയുമ്പോൾ
ഇൻഡോ ഗ്രീക്ക് റൂളറാണ് മിലിന്ദർ. പിന്നെ കുഷാന റൂളറാണെന്ന് നമ്മൾ കാർഡിഫെനസ്, കജുല കാർഡിഫെനസ്, വിമ കാർഡിഫെനസ്, കനിഷ്കനൊക്കെ പറയുകയാണെങ്കിൽ കുഷാന റൂളർ. ഇതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഇൻഡോ പാർത്തിയൻ റൂളേഴ്സിനെ കുറിച്ചും ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സിനെ കുറിച്ച് ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും രണ്ടായിട്ട് വേണം പഠിച്ചു പോകാൻ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് തന്നെ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നോക്കാം. ഇനി ഏൻഷ്യന്റ് നെയിം ഓഫ് ദ റിവർ ചിനാബ്. ചിനാബ് നദിയുടെ ഏൻഷ്യന്റ് പേര് എന്താണ്? അപ്പൊ ചലം, ചിനാബ്, രവി, ബിയസ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഇൻഡസ് നദിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇതില് ചിനാബിന്റെ ആദ്യകാല നാമം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് കറക്റ്റ്? വിദസ്തയാണ് ഓപ്ഷൻ ബി, അസ്കിനി, ഓപ്ഷൻ സി പുരുഷിനി, ഓപ്ഷൻ ഡി വിപാഷ. കറക്റ്റ് ആൻസർ അസ്കിനി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഏതായിരിക്കും? അസ്കിനിയാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അസ്കിനി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് എല്ലാ ഇൻഡസിന്റെ എല്ലാ ട്രിബ്യൂട്ടറീസുകളും ഓൾഡസ്റ്റ് നെയിംസ് ഒന്ന് നോക്കി പോകണം. അപ്പൊ നമുക്ക് നോക്കാം. വിദസ്ത എന്ന് പറയുമ്പോൾ എന്താണ്? ജലം എന്ന പേരിലാണ്. വിദസ്ത മീൻസ് ചലത്തെയാണ് വിദസ്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചലത്തിന്റെ ഓൾഡസ്റ്റ് നെയിം വിദസ്ത. ചിനാബിന്റെ ഓൾഡസ്റ്റ് നെയിം എന്താണ്? അസ്കിനി. രവി പുരുഷിനി, സത്ലജ് ശതദ്രി, ബിയാസ് വിപാഷ. ഇതൊരു കോഡ് ഇട്ടാണ് നമ്മൾ പഠിക്കേണ്ടിയിട്ടുള്ളത്. ആ കോഡ് എങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കി പോവാ. ബിയാസിൽ സായുണ്ട് കേട്ടോ. ബിയാസിൽ ചെറിയ ചെറിയ കോഡുകളാണ്. എൻ്റെ ഭാഷയിലുള്ള ഒരു കോഡാണ്. ബിയാസ് എന്ന് പറയുമ്പോൾ ബിയാസിലും വിപാസയിലും സായുണ്ട്. എസ് വിപാസ്. ഇനി വരുന്ന പുരുഷിനി, രണ്ടിലും രായുണ്ട്, ആറുണ്ട്. പുരുഷിനി ആയതാണ് രവി നദിയുടെ ഓൾഡസ്റ്റ് നെയിമാണ്. സത്ലജ് ശതദ്രി, സത്ലജ് ശതദ്രി, ഇതൊക്കെ എളുപ്പമാണ്. സത്ലജ് ശതദ്രി. അപ്പൊ 3 കിട്ടിയല്ലോ. ഇനി വേണ്ടത് ചിനാബ്, അസ്കിനി, നായുണ്ട്, നാ, ചിനാബ് അസ്കിനി. അത് തെറ്റിപ്പോലെ. ചിനാബ് അസ്കിനി, നാ എന്ന് പഠിച്ചു വെച്ചുക. ചലം വിദസ്ത, ചലം വിദസ്ത നമുക്ക് ചെറിയൊരു മറവി വരും. കാര്യം അതിൽ നമ്മൾ അധികമായിട്ട് നോക്കാനില്ലെങ്കിൽ അതും കൂടെ പഠിച്ചു വെക്കുക. ചലത്തിന്റെ പ്രാചീനകാല നാമം എന്തായിരുന്നു? വിതസ്ത എന്ന പേരിലാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ പുരുഷിനി രവി, ശതദ്രി സത്ലജ്, വിപാസ ബിയാസ, വിപാഷ ബിയാസ്. ഞാൻ ആ കോഡിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി ചലം വിതസ്ത. അപ്പൊ ഇങ്ങനെ ഒരു കൃത്യമായിട്ടൊരു കോഡൊക്കെ ഇട്ട് പഠിച്ചാൽ ഇത് മറക്കില്ല. കാര്യം ഈ കഴിഞ്ഞ പോയ 2026 എക്സാമിനേഷന് കൂടി ചോദിച്ചിട്ടുണ്ട്. സെറ്റ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ നെറ്റ് എക്സാമിനേഷന് വരെ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ എക്സാമിനേഷന് വരെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു പോയത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. നമ്മുടെ ടോസ് അക്കാഡമിയിൽ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം നമുക്കറിയാം 1 മാസം കൂടി മാത്രമേ ഉള്ളൂ. നമുക്ക് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് നമ്മുടെ എക്സാമിനേഷൻ. ഈ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുകൊണ്ട് 1 മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ നമുക്ക് സെറ്റ് എക്സാമിനേഷൻ നേടിയെടുക്കാം എന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ തെളിയിച്ച് തന്നിട്ടുണ്ട് ടോസ് അക്കാഡമി. സോ അപ്പം നിങ്ങൾ എല്ലാവരും ടോസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാണണം എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ആ എക്സാമിനേഷന്റെ ഒരു ഡീപ്പസ്റ്റ് ടൈപ്പ് ഓഫ് നോളജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ഓക്കെ, താങ്ക് യു.